ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ കറങ്ങി കളിക്കുന്നൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ കക്കാടംപൊയിലല്ലേ, അവിടേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ യാത്ര. കുറേ ആയി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ ഒരു സാഹചര്യം എത്താത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം ഇന്ന് ഏതായാലും ഞങ്ങൾ പോകുന്ന ദിവസം എന്ന് വെച്ചാൽ സാറ്റർഡേ ആണ് കേട്ടോ. അപ്പം മക്കളൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. കൊണ്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു മല ആണല്ലോ, ആ മലയത്തെ വ്യൂ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മക്കളൊന്നും കൊണ്ടുപോകാതിരിക്കുക പോകുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മക്കളൊന്നും കൊണ്ടുപോയില്ല. എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ കസിൻസാണ് കേട്ടോ, കസിൻസാണ്. അപ്പോൾ അളിയനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാലാൾക്കാരാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഓരോരുത്തരിങ്ങനെ ചെയ്യുന്ന കാണാമെന്നല്ലാതെ ഇതിൻ്റെ നേരിട്ട് പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു വൈബായ സ്ഥലമാണ് കേട്ടോ. പറ്റുമെങ്കിൽ പോകാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ലൊരു എന്താ പറയുക, നമ്മളെ മൈൻഡൊക്കെ ഫ്രഷ് ആവുന്നൊരു പ്ലേസാണ് കേട്ടോ. നമ്മൾ വേറെ എവിടെയോ ആണ് എന്നുള്ളൊരു മൈൻഡേക്ക് ആ ഒരു സമയത്ത് വരിക, നമുക്ക് വേറൊന്നും മനസ്സിലേക്ക് വരില്ല. അങ്ങനെ ഞങ്ങളിതാ പ്ലേസ് എത്തിയില്ല. എത്തുന്നതിന് മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ് കേട്ടോ. ഫുള്ള് കട്ടറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ വന്നപ്പോൾ കുറേ വണ്ടികളവിടെ നിന്ന് പോയിട്ട് സ്റ്റക്കായിപ്പോയി, കയറാൻ പറ്റുന്നില്ല കയറ്റൊന്നും. അങ്ങനെ ഞങ്ങൾക്കും പേടിയായി. ഫസ്റ്റ് ടൈമാണല്ലോ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് അങ്ങനെ റിസ്ക് എടുത്ത് പോകണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് താഴത്താട്ടോ വണ്ടി നിർത്തി ഞങ്ങൾ നടക്കുകയാണ്. മണ്ടന്മാർ, കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിരിക്കുന്നതെന്നറിയോ. ഈ പ്ലേസ് എത്തുന്നതിൻ്റെ മുമ്പ് ഒരു 10 കിലോമീറ്ററോളമൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് ശരിക്കുള്ള പ്ലേസ്, ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പേ അവിടുന്ന് നടക്കൽ തുടങ്ങി. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അഡ്വഞ്ചറായിട്ടുള്ള വഴികളാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളതൊന്നും എടുത്തില്ല, കാരണം നമുക്ക് നടന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട്. ജീപ്പിലാവുമ്പോൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല, കാരണം വണ്ടി എന്താ പറയുക അങ്ങനെ അങ്ങ് പോവല്ലേ, ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പം ട്രിപ്പിന് 400 രൂപയാണ് കേട്ടോ അവിടെ. ഞങ്ങൾ ജീപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴി മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കോമഡികളുണ്ട് കേട്ടോ, കുറേ ചിരിക്കാനുണ്ട്. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള വഴികളാണ്. ജീപ്പ് സർവീസ് എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. 400 രൂപയാണ് ഒരു ട്രിപ്പിന് വരുന്നത്. അതിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ലാഭമാണ്. ഒരാൾക്ക് 50 രൂപ ഒക്കെ വെച്ചിട്ട് എടുത്താൽ മതിയാവും. ഞങ്ങൾ പിന്നെ 4 ആളുണ്ടെങ്കിലും വേറെ ആരെയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയത്. ഒരുപാട് കയറാണ്ട് കേട്ടോ, കാലും കൈയൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. അതൊക്കെ സഹിച്ച് വേണം കയറാൻ. പക്ഷെ കയറിക്കഴിഞ്ഞാലോ ആ കയറിയതൊന്നും നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ്. പിന്നെ 2 മലകൾ വരുന്നുണ്ട്. ആ സൈഡിൽ കണ്ടോ, അപ്പുറം ഭാഗത്ത് ആ വലിയ മല ആണ് കേട്ടോ. അതിൽ ചെക്കന്മാരൊക്കെ പാഞ്ഞ് കയറുന്നുണ്ട്. ഞങ്ങൾക്കൊണ്ടാവാത്തത് കൊണ്ട് ഞങ്ങൾ പറ്റുന്ന മലയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കാട് കുറച്ചുകൂടി ഹൈറ്റിലാണ് ആ ഒരു മല വരുന്നത്. ഇതന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. കണ്ടില്ലേ, കാറ്റ് വീശുന്ന എന്ത് രസമാണെന്നറിയോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല കോടമഞ്ഞുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റിലിങ്ങോട്ട് മഞ്ഞ് അങ്ങ് നീങ്ങിപ്പോട്ടോ. ഇപ്പം കണ്ടില്ലേ, കോടൊക്കെ പോയിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പം നല്ല കോട ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. എനിക്ക് വ്ളോഗ് എടുക്കണമെന്നുള്ളൊരു മൈൻഡൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൂടി ഒരു ഹൈറ്റിലുള്ളൊരു മല ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് കയറാണ്. അവിടെ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. പാറൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റെയിൻകോട്ട് ഇങ്ങനെ പറപ്പിക്കുന്നൊരു വീഡിയോസൊക്കെ. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഹൈറ്റിലേക്ക് കയറിയാണ് കേട്ടോ. താഴേക്ക് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ വന്ന വഴികളൊക്കെ ഇങ്ങനെ കാണാം. പിന്നെന്താ, കുട്ടികളൊക്കെ കൊണ്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയാന്ന്, കുട്ടികളൊന്നും കൊണ്ട് വരാതിരിക്കണമെന്നൊരു
വിധം നല്ലത്. പ്രത്യേകിച്ച് മഴക്കാലമല്ലേ, കാലൊക്കെ നന്നായിട്ട് സ്ലിപ്പാവും, ഒക്കെ ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ഒന്ന് വന്ന് കൊണ്ടുവന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സമയം ആവില്ല, അവരെയും ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് കുറേ വൈബൊക്കെ കിട്ടി, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. ഇനി ഞങ്ങൾ തിരിച്ചു പോക്കാണ്. അപ്പോൾ സമയം ഒരുപാട് ലേറ്റായിട്ടോ. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.